ഹായ് ഹലോ സ്കിബിഡീസ് എൻ്റെ ഏറ്റവും പുതുപുത്തൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കോട്ടറിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഈ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ടോട്ടോ പിടിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാരക്പൂർ സിറ്റി. അപ്പോൾ ഞങ്ങളുടെ കോട്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബാരക്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഉണ്ണിയേട്ടൻ എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്നല്ലേ നോക്കൂ. ഉണ്ണിയേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ്. പെട്ടെന്ന് ഓടുവാണ്. കാരണം എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇവരിത്രയും ലേറ്റായത്. നമ്മൾ ലേറ്റായത്. ക്യൂട്ടി ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാ നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. പക്ഷേ ഇരിക്കാൻ സീറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ. കുറേ നേരം നിന്നു. ഒരു മുക്കാൽ മണിക്കൂറോളം നിന്നു. 1.5 മണിക്കൂറാണ് യാത്ര. പക്ഷേ 3/4 മണിക്കൂറോളം ഞങ്ങൾ നിന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ചേട്ടൻ കണ്ടില്ലേ, ഭയങ്കര ഒരു സഹതാപം തോന്നിയിട്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ്റെ സീറ്റ് തന്നു കേട്ടോ. അങ്ങനെ ഞാനും ക്യൂട്ടിയും കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരാശ്വാസമായി. അങ്ങനെ ഞങ്ങൾ ഇതാ കൃഷ്ണനഗറിൽ എത്തി കേട്ടോ. കൃഷ്ണനഗറിൽ ചെന്ന് ഞങ്ങളൊരു ടോട്ടോ പിടിച്ചു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൃഷ്ണനഗറിൽ നിന്ന്. ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, എന്താണെന്നില്ലേ, ഇത് ചോളമാണ് കേട്ടോ. ഈ റോഡ് സൈഡിലൊക്കെ ഇട്ടേക്കുന്നത്. ഇതാ നോക്കൂ, നമ്മുടെ ഇസ്കോൺ ടെമ്പിളിലെ ഗോപുരം കാണുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇസ്കോൺ ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. 1 ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാ ഉണ്ണിയേട്ടൻ അതാ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഇത് നോക്കൂ, എത്ര വലിയ ടെമ്പിളാണല്ലേ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ ടെമ്പിൾ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളതാ ഈ കാണുന്ന കണ്ടില്ലേ, എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ല, ഇവിടെ ഒരു പ്രാർത്ഥനാലയമാണ് കേട്ടോ. പിന്നെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഓല മേഞ്ഞ ഒരു പ്രാർത്ഥനാലയമാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് പോകുന്നു, ഞങ്ങളും പോകുന്നു. പക്ഷെ ഞങ്ങൾക്ക് എവിടെയാണ്, ഇതിലെയാണ് എൻട്രി എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോകുന്ന വഴിയിൽ നോക്കിക്കേ, ഒരുപാട് ഫോറിനേഴ്സ് ഇങ്ങനെ രാമനാമങ്ങൾ ജപിക്കുക കേട്ടോ. അവർ കൃഷ്ണയുടെ ഒരുപാട് ഭക്തി ഗാനങ്ങൾ പാടുവാണ്. അതുകൊണ്ട് അവരൊക്കെ എത്ര ഭക്തിയിലാണെന്നറിയോ ഇത് പാടുന്നത്. നമ്മൾ കേട്ടിരുന്ന് പോവും. ഞാനവിടെ കുറച്ച് നേരം നിന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു കേട്ടോ. എങ്ങോട്ടെന്നറിയില്ലാതെയാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴിയിൽ വെച്ചിട്ട് ഈ അങ്കിളിനെ കണ്ടു കേട്ടോ. ഈ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞു തരുവാണ് ഇത് എവിടെയാണ് പോകേണ്ടത്, ഇതിലേ പോകണം, അതിലേ പോകണം, ഇങ്ങനെ വരണം, അങ്ങനെ വരണം എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങളിതാ നടന്ന് പോകുന്നു. ഉണ്ണിയേട്ടൻ ഫ്രണ്ടിൽ കൊച്ച് ക്യൂട്ടി നടന്നു പോകുന്നു. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ടെമ്പിൾ കേട്ടോ, ഇപ്പോഴത്തെ ടെമ്പിൾ. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത്, നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, ഇതിനുള്ളിൽ കയറണം. നമുക്ക് ക്യാമറ, ഫോണൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂ ഒക്കെ വെക്കണം. പിന്നെ കയ്യിലുള്ള ഫോണ്, ക്യാമറ, ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൊടുത്തിട്ട് നേരെ നമ്മൾ നടന്നു വരുവാണ്. അപ്പോഴാണ് ഇവിടെ ഒരു നമ്മൾ അന്നദാനങ്ങൾ സ്പോൺസർ ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള പൈസ എത്ര രൂപയാണോ അത് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ എന്നും അന്നദാനം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കുറേ ബുക്സാണ് ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ നോക്കൂ, ഞങ്ങൾ നല്ല വിയർത്തിരിക്കുകയാണ്. ക്യൂട്ടി ഓടിച്ചാടി നടക്കുകയാണ് ഈ വെയിലത്തും. പിന്നെ ഞങ്ങൾ ടെമ്പിളിന് വെളിയിൽ ഇറങ്ങി. പിന്നെ ഇപ്പോൾ പണി നടക്കുന്ന ഒരു പുതിയ ടെമ്പിൾ ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 50 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 50 രൂപ വെച്ച് ഞങ്ങളിവിടെ കയറി. കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. അങ്ങനെ ഒരു പണ്ഡിറ്റ്ജീനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ പണ്ഡിറ്റ്ജിയുടെ കൂടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ ഓരോന്ന് ഞങ്ങൾ കാണിച്ചു തരുവാണ്. പുള്ളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്, ഇവിടാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കൂ. ആ സൈഡിലൊക്കെ അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല, അതുപോലെ വലിയൊരു ടെമ്പിളാണ് കേട്ടോ ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു രാജകൊട്ടാരം പോലെയുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. അങ്ങനെ നടന്ന് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മാർബിൾ വർക്കുകളും അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എത്ര ഭംഗിയല്ലേ ഈ പണിത് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇത്
എത്ര രസമായിരിക്കും അല്ലേ. ഇതിൻ്റെ തൂണുകളൊക്കെ നോക്കി എത്ര വലുതാണ്. ഇതാ കാണുന്ന കണ്ടില്ലേ, അതാണ് ഇപ്പോഴത്തെ ടെമ്പിൾ. അപ്പോൾ നമ്മുടെ പണ്ഡിറ്റ്ജി നമ്മളെ ഈ ഒരു സൈഡിൽ കൊണ്ട് നിർത്തി, എന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ വിവരിച്ച് തരുവാണ്. അതാ ഇവിടെ ഇങ്ങനെയാണ്, ഒരുപാട് പഴക്കം ചെയ്യുന്ന ടെമ്പിളാണ്. അതുപോലെ തന്നെ കൃഷ്ണയുടെ കാര്യങ്ങളും അവിടെയുള്ള ഭക്തി ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് കേട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ വാതിലൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നടന്ന് പോകുന്നു. ഭയങ്കരമായിട്ടും വിയർത്ത് കേട്ടോ, ഭയങ്കര ചൂടുമാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ ഈ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ ഓർത്താണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സെയിലില്ല എന്ന് പറയും. ഇതാ ടെമ്പിൾ നോക്കൂ, നല്ല രസമില്ല അല്ലേ. അതിൻ്റെ ഒരു ഗോപുരം കാണാനായിട്ട് നോക്കി. ഇതൊക്കെ ഒന്ന് പെർഫ്യൂംസ് ആകട്ടോ. ഇതൊക്കെ പല പല നല്ല സ്മെല്ലുള്ള, പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഒന്നും ഇപ്പോൾ സെയിലില്ല. പിന്നെ അവിടെ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലൂടെ നമുക്ക് ഇവിടുത്തെ പണ്ഡിറ്റ്ജിമാരെ പണ്ഡിറ്റ്ജി ആണോ എന്ന് അറിഞ്ഞുകൂടാ, അവിടുത്തെ ടോട്ടോ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ പോകുന്നത് ഗോശാലയിലേക്കാണ്. ഗോശാലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. നടക്കാനൊന്നും പറ്റില്ല കേട്ടോ, അത്രയും ദൂരമുണ്ട് ഇതിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ബോർഡ് കണ്ടില്ല, ആ ഓട്ടോയിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെ പോകണം, ഇത്ര രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല പല സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഗോശാലയുടെ മുന്നിലേക്ക് തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഇറങ്ങി വരുന്നു. നോക്കൂ, പശുക്കളെ രൂപങ്ങളൊക്കെയാണ് അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇതാ നോക്കൂ, ഗോശാല. ഇവിടെ ഡൊണേഷൻ ബൂത്തൊക്കെ ഉണ്ട് കേട്ടോ. നോക്ക്, അവിടെ വലിയൊരു പശു നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പശുക്കൾ കിടക്കുവാണ്. ഞാനോർത്ത് ഇത്രയും ചെറിയ പശുക്കൾ എന്നുള്ള രീതിയിലായിരുന്നു. ക്യൂട്ടി തൊട്ട് നോക്കുവാണ്. അങ്ങനെ ഇത്രയും ചെറിയ പശുക്കളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് ഞങ്ങൾ നടന്ന് പോയപ്പോഴേക്കും ഇവിടെ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു പശു കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, എന്തൊരു സ്നേഹമല്ലേ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ വലിയ പശുക്കുട്ടികളെ കണ്ടു കേട്ടോ. നോക്കുക, അവൻ്റെ കൊമ്പ് കണ്ടില്ലേ, ഇത്ര വലിയ കൊമ്പാണ്. ക്യൂട്ടി എന്നെ ടച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. കൊമ്പൽ പിടിക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നോക്കൂ, വലിയ പശുക്കളാണ്. അവനൊരിച്ചിരി സ്നേഹമുള്ളവനാകട്ടോ, മറ്റേ ആ വെളുപ്പും കറുപ്പായിട്ടുള്ളവന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ഗോശാലയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് റാണിമാരിടുന്ന നമ്മുടെ ധാവണിയിൽ അതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി ടോട്ടോ പിടിച്ചു, നേരെ കൃഷ്ണനഗറിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂട് കാറ്റാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബാരക്പൂറിലേക്കാണ് പോയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്